ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എന്റെ പേര് ശില്പ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എന്താ കുറച്ച് ഒരു മെച്ചോർഡ് ലുക്കിലൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് ഡേ ആണ്. അപ്പം എന്തിനുള്ള ഷോപ്പിംഗ് ആണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു വലിയ ട്രിപ്പ് വരുന്നുണ്ട്. വലിയ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ട്രിപ്പാണ് അല്ലേ? യെസ്, ഒരു ബിഗ് വെക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിനാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്നത് മാംഗ്ലൂരേക്കാണ്. നമ്മൾ ഉടുപ്പിയിൽ നിന്ന് മാംഗ്ലൂർ പോവാണ്. ട്രിപ്പ് ഉടനെ ആണോന്ന് ചോദിച്ചാൽ ഇനിയൊരു 1 month ഉണ്ട്. പക്ഷെ അതിനിടയ്ക്ക് നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാൻ ടൈം കിട്ടുമെന്ന് സംശയമാണ്. അതുകൊണ്ട് നമ്മൾ സമയം കിട്ടിയപ്പോ എന്നാ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ് മാംഗ്ലൂരേക്ക്. നല്ല വിശപ്പുണ്ട്. നമ്മളിപ്പോ മിക്കവാറും ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എവിടെയെങ്കിലും കയറുമായിരിക്കും. അങ്ങനെ ഞങ്ങളിപ്പം മാംഗ്ലൂർ പോകുന്ന വഴിയിൽ നല്ല വിശപ്പായപ്പം ഒരു ഹോട്ടലിൽ കയറുന്നതാണ്. കുഴപ്പമില്ല ഫുഡല്ല. ഇന്ന് ഫുള്ള് മഴയാന്ന് തോന്നുന്നു. രാവിലെ തൊട്ട് മഴയാണ്. ഞാനൊരു ഇഡ്ഡലി ഡിപ്പാണ് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങി. ഇന്ന് നല്ല മഴയുണ്ട്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കാം. ഇതായിരുന്നു നമ്മൾ കഴിച്ച ഹോട്ടൽ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇനി നേരെ മംഗലാപുരത്തേക്കാണ്. ഗൈസ്, ഞാൻ ആ ഇൻട്രോ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു 10 മിനിറ്റ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും എന്താ മഴ എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. ഇവിടെ പെയ്തിട്ടേ ഇല്ല ഇത്ര നേരമായിട്ട്. അയ്യോ, ഇനിയിപ്പോ വരുമായിരിക്കും അല്ലേ മഴ. ഇവിടെ ആ മഴയുടെ ഒരു ലക്ഷണം പോയിട്ട് ഒന്നുമില്ല. നല്ല വെയില് കണ്ടോ. മഴ പെയ്തിട്ടും ഇല്ല, ഇനി മഴ പെയ്യാനുള്ള ഒരു ലക്ഷണം കാണുന്നുമില്ല. കൊള്ളാം. പക്ഷെ ഇത്രയും വെയില് വേണ്ടായിരുന്നല്ലേ? എനിക്ക് ഇത്രയും വെയിലിനെക്കാട്ടിലും മഴ പെയ്യുന്നതും ഇഷ്ടമല്ല, എന്നാ വെയിലും ഇഷ്ടമല്ല. ഇങ്ങനെ മഴ പെയ്യാൻ പോകുന്ന പോലെ നിക്കണം. ആ ഒരു ക്ലൈമറ്റാ ഇഷ്ടം. ഇനി എത്ര നേരം എടുക്കും? ഇനി ഒരു 45 minutes. ഞങ്ങളിപ്പോ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് നെക്സസ് ഫോറം മോൾ ആണ് മംഗലാപുരത്ത്. ഏകദേശം ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? 3 കിലോമീറ്ററൂടെ. അപ്പോ ഞാൻ ഇന്ന് മിക്കപ്പോഴും ഈ വീഡിയോയിൽ മാസ്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ എനിക്കൊരു ചെറിയ കോൾഡ്, ഒരു ജലദോഷശായ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, സൗണ്ട് കേൾക്കുമ്പോൾ ഒരു മൂക്കിക്കൂടെ സംസാരിക്കുന്ന പോലെ ഇടയ്ക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഇതുകൊണ്ടാണ്. അപ്പോൾ മാസ്ക് വെക്കുകയാണെങ്കിൽ നമ്മൾ കാരണം വേറൊരാൾക്ക് ഇനി പ്രശ്നമൊന്നും ഉണ്ടാവണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും അവിടെ പുറത്ത് ഒക്കെ ഉള്ളപ്പം മാസ്ക് ഇട്ടിട്ടായിരിക്കും കേട്ടോ. എന്റെ കണ്ണട വെച്ചിട്ടുള്ള ലുക്ക് അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ കേട്ടോ, കണ്ണട വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. എത്തിപ്പോയി. പിസ്സ നെക്സസ് എന്നാ പറയുന്നത്. K4 ഓക്കെ, A4. അപ്പൊ നമ്മള് നെക്സസ് മോൾ എത്തി. വണ്ടി പാർക്ക് ചെയ്തു. ഇന്ന് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. അവധി ദിവസമായുണ്ട്, സാറ്റർഡേ ആണ്. അപ്പൊ നമ്മളിനി മോളിനകത്തേക്ക് പോവാം. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ മോളാന്ന് തോന്നുന്നു അല്ലേ? മാംഗ്ലൂരെ ഏറ്റവും വലിയ മോളാണ്. ഹലോ, ഇനി എങ്ങോട്ടാ? ബെസ്റ്റ് സൈഡ് ഉണ്ടെന്ന് തോന്നുന്നു.
പോയി. ബില്ല് മുകളിൽ എവിടെ കൊണ്ട് കാണിച്ചാൽ അവർ എന്തൊക്കെയോ തരുമെന്ന്. 2 ബൗൾ കിട്ടി. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് ലെവൽ ഷോപ്പിംഗ് കഴിഞ്ഞു. ഫസ്റ്റ് ലെവൽ എന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം വലിയൊരു ലെവലായിരുന്നു. ഇനി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും, അതിന്ന് ചെയ്യുമോയെന്ന് ഉറപ്പില്ല. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ. ഞങ്ങളിവിടെ ഫുഡ് കോർട്ടിൽ പോയി, പക്ഷെ അധികം ഓപ്ഷൻസ് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് പുറത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിനി ലഞ്ച് കഴിക്കാൻ, ഇപ്പോൾ 3 മണിയായി, ഇനി ലഞ്ച് കഴിക്കാൻ പോവാം. ആദ്യം ഞങ്ങൾ ഗൂഗിളിൽ ടോപ്പ് റേറ്റഡ് റെസ്റ്റോറൻറ്റ് ഒക്കെ തപ്പി ഒരിടത്ത് പോയി. അവിടെ ചെന്നപ്പം സോറി പക്ഷെ ഇതൊരു കുടുക്ക് വഴി പോലെ ഉണ്ടല്ലോ. നേരെ പോയിട്ട് ആ റൈറ്റ് എടുത്താലോ, അതാ മെയിൻ വഴി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താ പറഞ്ഞിട്ട്, നമ്മളൊരു ടോപ്പ് റേറ്റഡ് റെസ്റ്റോറൻറ്റ് ഗൂഗിളിൽ ഇട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ പാർക്കിംഗ് ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ വേറൊരെണ്ണം തപ്പി ഇപ്പം അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ വഴികളൊക്കെ നല്ല ഇടുങ്ങിയ വഴികൾ. മാപ്പിന് തന്നെ കുറച്ച് കൺഫ്യൂഷൻ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ പഴയ സ്ഥലം പോലെ ഉണ്ടല്ലേ. ഇങ്ങനെ ഫൈനലി നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറി. ഇത് ചട്നി എന്ന് പറയുന്നൊരു വെജ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുത്തെ ഒരു സൗത്ത് ഇന്ത്യൻ താലിയും ഒരു ചട്നി സ്പെഷ്യൽ സൗത്ത് ഇന്ത്യൻ താലിയാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞേക്കുന്നത്. പിന്നെ ഡെസേർട്ട് ഗജർക്ക ഹൽവ വിത്ത് ഐസ്ക്രീമും. പിന്നെ എനിക്ക് കോൾഡ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു തണുത്ത് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. ചിലപ്പോൾ ഒരു ഐസ്ഡ് ടീ പറയും, അല്ലെങ്കിൽ ഒരു കോൾഡ് കോഫി പറയും, അല്ലെങ്കിൽ ഒരു വാട്ടർ മെലൺ ജ്യൂസ്. തീരുമാനിച്ചില്ല, കഴിച്ചിട്ട് തീരുമാനിക്കാം. നമ്മുടെ സ്പെഷ്യൽ താലിയുടെ കൂടെ ഒരു സൂപ്പ് ആദ്യം വന്നിട്ടുണ്ട്. എന്താ സൂപ്പാ? എന്താ അങ്ങനെ ഒരു എക്സ്പ്രഷൻ? എരിവുണ്ടോ? ഹോട്ട് ആൻഡ് സോർ. എനിക്ക് കോൾഡിന് നല്ലതായിരിക്കും. നല്ലതാണോ? ഇഷ്ടംപോലെ കുരുമുളകും വെളുത്തുള്ളി. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ താലി. എന്താണ് ഇതിനകത്ത് സ്പെഷ്യൽ എന്ന് നോക്കട്ടെ. അതിൽ നിന്ന് എന്താണ് ഇതിൽ കൂടുതലുള്ള? ഇതിനകത്ത് പുലാവ് പോലൊക്കെ ഉണ്ട്. സ്വീറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. പായസവും ഉണ്ട്. രണ്ട് സ്വീറ്റ്സ് ഉണ്ട്. ഈ ഗുലാബ് ജാമുൻ എക്സ്ട്രാ വന്നിട്ടുണ്ട്. പിന്നെ സൂപ്പായിരുന്നു എക്സ്ട്രാ അല്ലേ. പിന്നെ സാലഡ് ഉണ്ട്. അത് ഈ പുലാവിൻ്റെ. നല്ലതാണോ? പക്ഷെ ഇത് ഒരുപാടുണ്ടല്ലോ. പൂരി, പുലാവ്, റൈസ്, തീർക്കാൻ ഇച്ചിരി പാടുപെടും. വയറ് പൊട്ടി. പിന്നെ നമുക്ക് പായസവും ഉണ്ട്, ഗുലാബ് ജാമുനും ഉണ്ട്. ഗോതമ്പ് പായസം അല്ലേ? കുഴപ്പമില്ല. ഗുലാബ് ജാമുൻ എനിക്കൂടെ വെച്ചേക്കണത്. തരാം. ഇത് ഭയങ്കര വലുതാണ്, എനിക്ക് ഫുള്ള് കഴിക്കാൻ പറ്റത്തില്ല. ഗുലാബ് ജാമുൻ. നമുക്കൊരു കരിക്കൂട കുടിച്ചാലോ? ഒരെണ്ണം വാങ്ങിച്ച് 2 പേർ കൂടെ ഷെയർ ചെയ്യാം. ലഞ്ചിന് ശേഷം ഒരു നല്ലതല്ലേ? അമ്മേ, അങ്ങനൊരു ഹെവി ലഞ്ച് കഴിഞ്ഞിട്ട് ഭയങ്കര ഹെവി അല്ലേ? എന്തോ ഒരു വ്യത്യാസം എന്നെ കാണാൻ.
ജലദോഷം കൊണ്ടാണോ? പൊട്ടുപോയി. അപ്പൊ നേരത്തെ എടുത്ത വീഡിയോയിലൊക്കെ പൊട്ടില്ലായിരുന്നു, ഇപ്പൊ പോയതാ. അപ്പൊ നല്ല ഹെവി ലഞ്ചായിരുന്നു ഇന്ന്. നമ്മൾ ചെയ്യുന്നതെല്ലാം കുറച്ച് ഹെവി ആവുന്നുണ്ടോ എന്ന് സംശയം. ഇച്ചിരി ഹെവി ഷോപ്പിംഗും ആയിപ്പോയി. ഇനിയിപ്പോ ഒന്നുമില്ലല്ലോ, ഇനി നേരെ ഉടുപ്പി, ഇനി വീട്ടിലോട്ട്. അങ്ങനെ ഒരു സാറ്റർഡേ കഴിഞ്ഞു കിട്ടി. നമുക്ക് നേരത്തെ ചെല്ലണം. കാരണം എന്താണ് കാരണം? എന്താ കാരണം പറ. ഫുട്ബോൾ അല്ലേ? ആ, ആൾക്കിന്ന് ഫുട്ബോൾ മാച്ച് കാണാനുണ്ട്. കളിക്കാനല്ല, കാണാൻ. അതുകൊണ്ട് അതിന് മുന്നേ നമുക്ക് തിരിച്ചെത്തണം. അപ്പോൾ എന്തൊക്കെയാ വാങ്ങിയത് എന്ന് ഞാനിപ്പോ കാണിക്കുന്നില്ല. നമ്മള് ട്രിപ്പൊക്കെ പോകുമ്പം അതിനകത്ത് കാണിക്കാം. പറഞ്ഞോ? പറ 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 പറഞ്ഞോ, വെറൈറ്റി ആയിക്കോട്ടെ. പറ. എനിക്ക് ആലോചിക്കണം. അപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ നമ്മൾ വലിയൊരു വെക്കേഷന് വേണ്ടി പോവാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഷോപ്പിംഗ് ആയിരുന്നു ഇന്ന് ചെയ്തത്. വലിയ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ ഷോപ്പിംഗ് ആയിരുന്നു എന്ന് വേണേൽ പറയാം. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. അക്കൗണ്ടിലെ ബാലൻസും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തായാലും വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. ഈ വലിയ വെക്കേഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മൾ ഈ മാസങ്ങൾ പോവാന്ന്. അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഈ വർക്കിംഗ് ഒക്കെ ആയിട്ടുള്ളവർക്ക് മനസ്സിലാവും. 10 ദിവസം അടുപ്പിച്ച് അവധി എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം വലിയ വെക്കേഷൻ ആണല്ലോ. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അല്ലെ? വലിയ വെക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഈ വീഡിയോ പറയണോ? വേണ്ടെന്ന് വെച്ചാ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു വീഡിയോ വരുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു പ്രിപ്പറേഷനിലാണ്. അപ്പൊ ആ വീഡിയോയിലും പറയുമോന്ന് അറിയത്തില്ല. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ പോകുന്ന സ്ഥലം പറയുന്നില്ല. അത് നമുക്ക് വഴിയെ അറിയാം. ഓക്കെ, അപ്പം അതിന്റെ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ഷോപ്പിംഗ് ആയിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഓൺലൈൻ വാങ്ങിച്ചോളാം. ഞാൻ ഓൺലൈൻ വാങ്ങിക്കും. അപ്പൊ അതായിരുന്നു കേട്ടോ ഈ ഇന്നത്തെ ഒരു ദിവസം. അതൊക്കെയായിരുന്നു. പിന്നെ ഞാനിപ്പം വണ്ടിയിലിരുന്ന് തന്നെ ഒരു വൈൻഡ് അപ്പ് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. കാരണം എന്താന്ന് വെച്ചാല് മിക്കവാറും ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതേ മറ്റേ വെട്ടിയിട്ട ചക്ക അല്ലെങ്കിൽ വെട്ടിയിട്ട പ്ലാവോ അങ്ങനെ എന്തോ ഒരു സംഭവം പറയുമല്ലോ, അതുപോലെ ആയിരിക്കും. ഞാൻ ചെന്നാ കിടക്കുമായിരിക്കും. ആ ഒരവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനിയും വീഡിയോസ് ആയിട്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ ബൈ.